അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പലതവണയായി ഇറാന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പ്രക്ഷോഭകാരികൾക്കെതിരെ ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങളിലേക്ക് ഇറാൻ കടക്കുകയാണെങ്കിൽ തങ്ങളെ ഇറാനെ ആക്രമിക്കുമെന്നാണല്ലോ ട്രംപിന്റെ മുന്നറിയിപ്പ്. അത് ഉടനടി നടപ്പിലാകുമോ? ഇല്ല, അമേരിക്ക യുദ്ധം ചെയ്തിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പം അത് വിയറ്റ്നാം ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും ഇറാഖ് ആയാലും ലോകത്ത് പല യുദ്ധമുഖങ്ങൾ തുറന്നിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അവിടെയൊക്കെ ഭംഗിയായിട്ട് തോറ്റിട്ടുമുണ്ട്. ഏകദേശം അമേരിക്ക ഇന്നുവരെ ഒരു യുദ്ധവും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പോലീസിനുള്ള അവരുടെ തൊപ്പിയിലെ ഏറ്റവും വലിയ തൂവൽ അതാണ്. അവർ ഇന്ന് വരെ നടത്തിയ ഒരു ഇന്റർനാഷണൽ ഓപ്പറേഷനിലും ഇറാഖിൽ അവർ വിജയിച്ചു എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. അവരുടേതായ ഒരു സർക്കാരിനെ അവിടെ കൊണ്ടുവരാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇറാഖിൽ അവരെന്ത് നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുപേരെ കൊന്നു, കുറച്ച് എണ്ണ എടുത്തു എന്നുള്ളത് കഴിഞ്ഞിട്ട് അവരുദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഭരണകൂടത്തെ അവരെ കൊണ്ടുവരാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. സ്ഥിരമായിട്ട് അമേരിക്ക സദ്ദാം ഹുസൈനെ പിടികൂടാൻ കഴിഞ്ഞു. സദ്ദാം ഹുസൈൻ യഥാർത്ഥത്തിൽ അവർക്ക് അതിനകത്ത് ആ രാഷ്ട്രീയത്തിനകത്ത് എത്തിപ്പെടുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. അവിടുന്ന് അവർ ഒരിക്കലും ഒരു വീരോചിതമായിട്ടുള്ള ഒരു യാത്രയായിപ്പൊന്നുമല്ല അവർക്ക് അവിടുന്ന് കിട്ടിയത്, ഇറാഖിൽ നിന്ന് കിട്ടിയത്. അതിന് അവർ നടത്തിയതിനൊരു പ്രതികാരം നടത്തി. അതിന് വേണ്ടിയിട്ട് അമേരിക്ക ചെലവാക്കിയ ധനം എത്രയാണ്, അമേരിക്ക കുരുതി കഴിച്ച ആൾക്കാർ എത്രയാണ്, ഇതെല്ലാം നമ്മൾ ഒരു യുദ്ധത്തിൻ്റെ നമ്മൾ കണക്കെടുക്കുമ്പോഴത്തേക്ക് അവിടെ വിജയം എന്ന് പറയാൻ സദ്ദാം ഹുസൈനെ പിടിച്ചു എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ വിജയമാണല്ലോ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാൻ അകത്തുനിന്ന് പിടിച്ചു. അവരുടെ കൈവശം ഉണ്ടായിരുന്ന, അവരുടെ സുരക്ഷയിലുണ്ടായിരുന്ന, അവരുടെ ചെലവിൽ ജീവിച്ചിരുന്ന പാകിസ്ഥാനിൽ നിന്നും ഒസാമ ബിൻ ലാദനെ പിടിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് അമേരിക്കയ്ക്കുണ്ടായെങ്കിൽ അവരുടെ ഏറ്റവും നമ്മൾ വിപുലമായിട്ട് പറയപ്പെടുന്ന CIA കഴിവെന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. CIA അമേരിക്കൻ ഭരണകൂടത്തിൻ്റെയും ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷനാണ് ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാൻ്റെ സെക്യൂരിറ്റി ഏരിയയിൽ നിന്ന് പിടിക്കേണ്ടി വന്നത്. അപ്പോൾ ലോകത്ത് ഒരു യുദ്ധത്തിലും ഇതുവരെയും വിജയിക്കാത്ത, ഒരു ഓപ്പറേഷനും സക്സസ്ഫുള്ളായിട്ട് നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക എന്ന് പറയുന്നതിനകത്ത് നമുക്ക് സംശയമില്ല. ഈവൻ ഇത്രയും ചെറിയൊരു രാജ്യമായിട്ടുള്ള പാലസ്തീനിൽ പോലും ഇത്രയും നീണ്ട ഒരു യുദ്ധം നടത്തേണ്ടി വന്നു എന്നുള്ളത് അമേരിക്കയുടെ കഴിവിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ റഷ്യ എന്ന് പറയുന്ന ഒരു ശക്തി ഈ പുട്ടിൻ്റെ നേതൃത്വത്തിൽ, ഒരിക്കൽ റഷ്യ പൂർണ്ണമായിട്ട് തകർന്നതിന് ശേഷം പുട്ടിൻ്റെ നേതൃത്വത്തിൽ റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ റീസർജൻസ് നമ്മൾ കാണാതെ പോകും. ആ രാജ്യത്തെ യൂറോപ്പും അമേരിക്കയും എല്ലാവരും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന് ഒരു യൂണിപോളാർ ലെവലിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ അതൊരിക്കലും നടക്കില്ല എന്നുള്ള ഒരു സന്ദേശമാണ് റഷ്യയും ചൈനയും ചേർന്ന് വീണ്ടും നൽകുന്നത്. ഇപ്പോൾ ഇറാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇറാനിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും, ഇറാൻ്റെ എല്ലാ ശക്തിയും റഷ്യ തന്നെയാണ്. റഷ്യ കൊടുത്ത ഉപകരണങ്ങളും വിമാനങ്ങളും തന്നെയാണ് ഇന്നും ഇറാൻ്റെ ശക്തി. മാത്രമല്ല ഇറാൻ റഷ്യയിൽ നിന്നും ആണവ ശക്തി നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. കാര്യം നിരന്തരമായിട്ട് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നതിന് കാരണം അവരുടെ ന്യൂക്ലിയർ പവർ എക്സ്പാൻഡ് ചെയ്യുന്നതിൽ ഉള്ള പേടിയാണ്. അപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ പവറിനെ ഇത്രയും ദൂരെ കിടക്കുന്ന ഇസ്രായേലും അമേരിക്ക എന്തിനു പേടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റഷ്യയുടെ ഒരു ബൈപോളാർ ലോകത്തിലേക്ക് വളരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ നടത്തിയ ഓപ്പറേഷൻ മാതിരി വളരെ ഈസി ആയിരിക്കത്തില്ല ഇറാനിൽ ഒരു ഓപ്പറേഷൻ നടത്തുക എന്നുള്ളതിന് പകരം. അതുകൊണ്ട് അവർ ജനങ്ങളെ ഇളക്കി വിടുകയും മറ്റ് അയൽ രാജ്യങ്ങൾ വഴിയുള്ള ഓപ്പറേഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ അമേരിക്ക അവിടെ ചെയ്തു വരുന്നത്. അങ്ങനെ നടക്കത്തുള്ളൂ. ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം ഖൊമേനിയെ ചിലപ്പോൾ കൊല്ലാൻ സാധിക്കുമായിരിക്കും. അവരെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവരെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യമല്ല. കാര്യം പല നേതാക്കളെയും ഇറാനിൽ വെച്ചിട്ടും മറ്റ് രാജ്യങ്ങളിലൊക്കെ വെച്ചിട്ടും മൊസാദും മറ്റ് സേനകളൊക്കെ നമ്മൾ പലപ്പോഴും കൊന്നിട്ടുള്ളത് നമുക്ക് കണ്ടിട്ടുള്ളതാണ്. കാര്യം അതായത് ഒരു ലോയിറ്ററിങ് മുനീഷ്യൻസ് അവർക്കുണ്ട്. ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ തന്നെ പിന്തുടർന്ന് അയാളെ വധിക്കുന്നത് വരെ അയാളെ പിന്തുടരാൻ കഴിവുള്ള ആയുധങ്ങൾ ഉള്ള രാജ്യമാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ. അപ്പോൾ ഖൊമേനിയെ ചിലപ്പോൾ വധിക്കാൻ അവരെ കൊണ്ട് സാധിക്കുമായിരിക്കാം, അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാവുമായിരിക്കാം. പക്ഷേ അവിടുത്തെ ഒരു ഭരണമാറ്റം പൂർണ്ണമായിട്ടും മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഖൊമേനി വളരെ അസുഖബാധിതനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു വാർത്ത വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഖൊമേനി ആ അസുഖങ്ങളെയൊക്കെ തരണം ചെയ്ത് അദ്ദേഹം വീണ്ടും ആരോഗ്യവാനായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു തലമുറയിലുള്ള അധികാരം അവിടെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം ചേട്ടാ പറഞ്ഞു വരുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ
വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്ന അമേരിക്ക. അതെ, അമേരിക്കയ്ക്ക് ഒരിക്കലും ഒരു ആക്രമണം ഇപ്പം മദൂരയെ പിടിച്ചിട്ട് പോയത് മാതിരി ഖൊമനയെ പിടിച്ചിട്ട് പോകാനോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അയാളെ വധിക്കാനോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഭരണമാറ്റം നടക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. കാര്യം വളരെ ശക്തമായിട്ട് അമേരിക്കയ്ക്കെതിരായിട്ട് റഷ്യ ഇറാൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, ഇറാനിൽ ഒരു സംഘടനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പോലും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം ഇറാനിൽ ഇന്ത്യക്കും ഒരുപാട് താല്പര്യങ്ങളുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് വെനിസ്വലയുടെ മഡൂറയെ പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഉടൻ നോർത്ത് കൊറിയ ഒരു മിസൈൽ പരീക്ഷണം നടത്തി അമേരിക്കയെ ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാര്യം വളരെ കുഞ്ഞൻ രാജ്യമാണെങ്കിലും നോർത്ത് കൊറിയയ്ക്ക് അമേരിക്കയുടെ ഏത് ഭാഗത്തും ചെന്ന് മിസൈൽ പതിപ്പിക്കാനുള്ള ഒരു സാങ്കേതികത്വം അവരിൽ വളർന്നു വന്നിട്ടുണ്ട്. അതും റഷ്യയുടെ തന്നെ ഒരു പ്രോക്സി തന്നെയാണ്. അപ്പം റഷ്യയുടെ ചൈന അല്ലെങ്കിൽ നോർത്ത് കൊറിയ പോലെ ഒരു പ്രോക്സി സ്റ്റേറ്റാണ് ഇറാൻ. അതുകൊണ്ട് അവർ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ നേരിട്ട് റഷ്യയുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മാത്രമല്ല, US-ൻ്റെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും കൂടെ നിൽക്കുമെന്നും വിചാരിക്കണം. കാര്യം യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപുമായിട്ട് പല കാര്യങ്ങളിലും തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ നേരത്തെ ഒരു അച്ചുതണ്ട് ശക്തികൾ അറിയപ്പെട്ടിരുന്ന രാജ്യങ്ങളായിരുന്നു. ആ അച്ചുതണ്ട് രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുപാട് ദൂരം പാലിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരവസ്ഥ. മാത്രമല്ല, അമേരിക്കൻ സാമ്രാജ്യം ഇംഗ്ലണ്ടിലെ മണ്ണ് റഷ്യക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്നതിൽ ഇംഗ്ലണ്ടും ഇതിന്റെ എല്ലാം പ്രധാന വിഷയം എണ്ണയാണോ? ഈ വെനിസ്വേല പ്രശ്നമായാലും ഇറാനിലായാലും എണ്ണയുള്ള രാജ്യങ്ങളാണല്ലോ അമേരിക്കയുടെ പ്രശ്നം. യഥാർത്ഥത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എണ്ണയും പിന്നെ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസുമാണ്. കാര്യം ഗാസയിൽ തന്നെ ഈ നമ്മൾ ഹിസ്ബുള്ള ആയാലും മറ്റേത് രാജ്യങ്ങൾക്കായാലും ഇറാനിൻ്റെ ഒരു സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ ഇറാൻ ഷിയ രാജ്യമാണ്, മറ്റുള്ള രാജ്യങ്ങളെല്ലാം സുന്നി രാജ്യമാണെങ്കിൽ പോലും ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് ഷിയ സുന്നി എന്നുള്ള ഇതില്ല. ഇറാൻ കൈയയച്ച് ധനമായാലും ആയുധമായാലും അവർക്ക് നൽകിക്കൊണ്ടിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ ലെബനോൻ പോലെയുള്ള രാജ്യങ്ങളോട് കൂടി അമേരിക്ക യുദ്ധം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ യുദ്ധം ഇത്രയും ദൂരെയുള്ള ഇറാനുമായിട്ടും കൂടെയാണ്. കാര്യം ഇവരുടെ താല്പര്യങ്ങൾക്ക് എല്ലാവർക്കും ഫണ്ട് ചെയ്യുന്നതും ആയുധങ്ങൾ കൊടുക്കുന്നതും എല്ലാം ഇറാനാണ്. കാര്യം ഇറാൻ ഇമ്മൻസ്ലി റിച്ച് രാജ്യമാണ്. എണ്ണയുടെ കാര്യത്തിലായാലും മറ്റ് റിസോഴ്സസിൻ്റെ കാര്യത്തിലായാലും ഇറാൻ വളരെ സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇവൻ ചില കാര്യങ്ങൾ പറയുമ്പം ചിലപ്പം സൗദി അറേബ്യക്കാലും കൂടുതൽ റിച്ചായിട്ടുള്ളൊരു രാഷ്ട്രമാണ് ഇറാൻ. പക്ഷേ കാലങ്ങളായിട്ട് അവരെ പല ഉപരോധങ്ങളിലും പെടുത്തി അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ 50 വർഷത്തെ 77 തൊട്ടാണ് ഏകദേശം 50 വർഷത്തെ ഈ മതഭരണം ആ രാജ്യത്തെ ഒരുപാട് പുറകോട്ട് കൊണ്ടുപോയി. ടെക്നോളജിയിലായാലും മറ്റു കാര്യങ്ങളിലായാലും. അല്ലെങ്കിൽ വളരെ ഇപ്പം നമ്മളെ സൽമാനെ പോലുള്ള ഒരു ഭരണാധികാരി ഇറാനിലുണ്ടായിരുന്നെങ്കിൽ ഇറാൻ സൗദി അറേബ്യക്കാലും ഒരുപാട് മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ അങ്ങനെ പോകാൻ സാധിക്കാത്തത് മതഭരണമാണ്. അപ്പോൾ ഈ മതഭരണത്തിൽ വേറൊരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മതഭരണത്തിൽ സ്ത്രീകൾ പൊതുവെ പൂർണ്ണമായിട്ടും അസംതൃപ്തരാണ്. അപ്പോൾ അതിനെ മുതലെടുത്ത് അവിടുത്തെ ഭരണകൂടത്തിൽ ഒരു അട്ടിമറിയാണ്. യഥാർത്ഥത്തിൽ ഈ അന്ന് ഷായെ അട്ടിമറിച്ച് ഈ മതഭരണം കൊണ്ടുവരുന്നതിനകത്തും അമേരിക്കൻ ശക്തികൾക്ക് അന്നും ഒരു പങ്കുണ്ടായിരുന്നു. ഈ ഷായെ അട്ടിമറിച്ചതിൻ്റെ പുറത്തും അവരുടെ എണ്ണയുടെ താല്പര്യം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ ശക്തി പ്രാപിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവരെ അട്ടിമറിക്കാൻ ഷായെ കൂട്ടുപിടിക്കേണ്ടി വന്നത് അമേരിക്കയുടെ വേറൊരു തന്ത്രമാണ്. അപ്പോൾ എല്ലാ പൊളിറ്റിക്സിലും അവർക്ക് എണ്ണ ഒരു വിഷയമാണ്. മാത്രമല്ല, ഇപ്പോൾ ആണവശക്തിയും മറ്റൊരു വിഷയമാണ്. മാത്രമല്ല, ഒരുപാട് മിനറൽസും മറ്റ് രാജ്യങ്ങളുമായിട്ട് റിച്ച് ആയിട്ടുള്ള രാജ്യമാണ് ഇറാൻ. നമ്മുടെ പേർഷ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറാൻ എന്ന് പറയുമ്പോൾ പഴയ ആര്യൻ സംസ്കാരത്തിൻ്റെയൊക്കെ ഉത്ഭവ കേന്ദ്രങ്ങളും കൂടെയാണ്. ലോകത്തെ പല പ്രധാനപ്പെട്ട ചരിത്രാവശിഷ്ടങ്ങളൊക്കെ ഉള്ളൊരു രാജ്യം തന്നെയാണ് ഇറാൻ. അപ്പോൾ ഇറാനെ നശിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു തന്ത്രമാണ്. പക്ഷേ ഇറാനെ അവർക്ക് തൊടാൻ സാധിക്കില്ല. ഇറാനിൽ ഓർഗാനിക്കായിട്ട് ഒരു വിപ്ലവം ഉണ്ടായി അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഭരണാധികാരികളെ മാറ്റുന്ന ഒരു അവസരം വരുന്നത് വരെ അമേരിക്കയ്ക്ക് കാത്തിരിക്കേണ്ടി വരും. അല്ലാതെ അവർക്ക് അതിനകത്ത് ചാടിക്കരയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് സ്ത്രീകളുടെ ഇപ്പോൾ തന്നെ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇസ്ലാമിക ഭരണത്തിൽ സ്ത്രീകൾക്കുള്ള ഒരു പ്രാധാന്യക്കുറവുണ്ട്. അത് ഇന്ത്യയിലെ പോലെ തന്നെ അത് ഇറാനിലും അതൊരു വലിയ വിഷയമാണ്. ആ വിഷയത്തെ മുതലെടുത്തിട്ട് അവിടെ രാഷ്ട്രീയ അസ്ഥിരത ഭരണകൂടം വരെ അതിന് പിന്തുണയാണ്. അല്ല, ഇന്ത്യയുടെ ഭരണകൂടം അവരെ പിന്തുണച്ചുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ കോൺഗ്രസ്
പുറത്തായത്. ഷബാനോ കേസിൽ നിന്നാണല്ലോ കോൺഗ്രസിൻ്റെ പതനവും മറ്റ് കേസുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ മുസ്ലിം സ്ത്രീ വിമോചനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവിയും BJPയുടെ രാഷ്ട്രീയ ഭാവിയും ഒക്കെ ഉണ്ടായത്. ഇപ്പോൾ എനിക്കൊന്ന് തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒരു മുസ്ലിം കൗൺസിലറുണ്ട്. അവരെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാനിവിടെ ഒരുപാട് കംഫർട്ടബിൾ ആണെന്നുള്ളതാണ്. ആ ഒരു വാക്ക് നമ്മൾ വിട്ടുപോകരുത്. ഈ സ്ത്രീകൾ കംഫർട്ടബിൾ ആണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റ് സ്ത്രീകൾ അവരെ മതത്തിനകത്ത് കംഫർട്ടബിൾ അല്ല എന്നും കൂടെയാണ്. അപ്പോൾ ഈ സ്ത്രീകളുടെ ഒരു അൺകംഫർട്ട്നെസ്സാണ് ഇറാനിൽ അമേരിക്ക മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ട്. അതിൽ നിന്ന് വിപ്ലവം ഉണ്ടാക്കാൻ നമ്മൾ കണ്ടായിരുന്നല്ലോ. ഖമനേയിയുടെ ചിത്രം കത്തിച്ച് അതിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ കാലം അവർ ബ്രാ കത്തിക്കുമായിരുന്നു, ഓപ്പണായിട്ട് ഹിജാബ് കത്തിക്കുമായിരുന്നു, നിഖാബ് കത്തിക്കുമായിരുന്നു. അപ്പോൾ അത് സ്ത്രീകളുടെ ഉള്ളിൽ ഉറഞ്ഞു വരുന്ന അമർഷം, വിദ്വേഷം, അതിനൊക്കെ നമ്മൾ നോക്കണം. ഇപ്പം സൗദി നമ്മൾ ഒരു 10-20 വർഷത്തിന് മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ലോകത്തെ ഏറ്റവും മതമൗലിക രാഷ്ട്രമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സൗദിയായിരുന്നു. സൗദിയിൽ പോകുന്നവരുടെ ഫോണിനകത്ത് ഒരു അശ്ലീല പടം ഉണ്ടെങ്കിൽ പോലും അത് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ അവിടെ തൂക്കിക്കൊല്ലും. ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് പോകുന്ന ഒരാളുടെ ഫോണിൽ പണ്ടെപ്പോഴും ഷൂട്ട് ചെയ്ത ഒരു അശ്ലീല ചിത്രം കിടപ്പുണ്ടെങ്കിൽ പോലും അയാൾ അവിടെ തൂക്കിലേറ്റുന്ന ഒരു അവസ്ഥ ഒരു 20 വർഷത്തിന് മുമ്പുണ്ടായിരുന്നു. അതേസമയം സൽമാൻ രാജകുമാരൻ വന്നതിന് ശേഷം അവിടെ ബാർ ഓപ്പണായി എല്ലാവിധമായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ലിബർട്ടി വരുന്ന ഒരു കാലമാണ് നമ്മൾ കാണേണ്ടത്. കാര്യം ജനങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ അത് അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരുപാട് ഇസ്ലാമിസ്റ്റുകളുടെ കണ്ണിലെ കരടും കൂടെയാണ്. അദ്ദേഹത്തിനെതിരായിട്ടൊരു വസ്ത്രം ഉണ്ടായാൽ പോലും നമ്മൾ അതിശയിക്കാനില്ല. കാര്യം അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള മതവിശ്വാസമുള്ളവർ അദ്ദേഹത്തിനെതിരാണ്. കാര്യം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും സൽമാൻ രാജകുമാരനുള്ള ഒരു പ്രത്യേക അധികാരം, തിരുഗേഹങ്ങളുടെ സംരക്ഷകൻ എന്നുള്ള ഒരു പദവിയും കൂടെ അദ്ദേഹത്തിനുണ്ട്. മക്ക മദീനയുടെ സംരക്ഷകനും കൂടെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒന്നുണ്ടാകുമ്പോഴത്തേക്ക് ലോകത്തുള്ള തീവ്ര മുസ്ലിംവാദികൾ മുഴുവൻ അദ്ദേഹത്തിനെതിരായിട്ട് തിരിയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ത്രട്ടുള്ള ഒരു രാജ്യത്തലവൻ എന്ന് പറഞ്ഞാൽ സൽമാൻ രാജകുമാരനാണ്. കാര്യം അദ്ദേഹം കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളൊന്നും ഇസ്ലാമിക മതത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കുന്നത് എന്നാണ് പലരുടെയും അഭിപ്രായം. ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്ത്രീകളുടെ ഉള്ളിലുള്ള ആ ഒരു സ്വാതന്ത്ര്യ തൃഷ്ണ വളർത്തിയെടുക്കുകയും അതുവഴി അവിടെ ഒരു അധികാര കൈമാറ്റം കൊണ്ടുവരികയും ചെയ്യലാണ് ട്രംപിനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുള്ള ഒരു മാർഗമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്നും റഷ്യയുടെ സഖ്യരാജ്യങ്ങളായിട്ടുള്ള നോർത്ത് കൊറിയയിൽ നിന്നൊക്കെ അവർക്ക് എതിർപ്പ് നേരിടേണ്ടി വരും. ഇന്ത്യ പോലും ഇറാൻ ആക്രമിക്കുന്നതിൽ നിന്നും ഇറാനിൽ അമേരിക്ക ഇടപെടുന്നതിനെ പോലും ഇന്ത്യ പോലും അതിനെ അനുകൂലിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. വളരെ വ്യത്യസ്തമാണ് ആ നിരീക്ഷണം. എങ്കിൽ പോലും ഇന്ത്യക്ക് ഒരുപാട് താല്പര്യങ്ങളുള്ള, ബിസിനസ് താല്പര്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇറാനെതിരായിട്ട് അവർ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇറാനുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു രാജ്യം എന്നുള്ള രീതിക്ക് ഇറാനിലുണ്ടാവുന്ന യുദ്ധം ഇന്ത്യയും സാമ്പത്തികമായിട്ട് ബാധിക്കും. ഇന്ത്യയുടെ ചബഹാർ തുറമുഖത്തിനെ ബാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് വെനസ്വേല പോലെയോ അല്ലെങ്കിൽ മെക്സിക്കോ പോലെയൊന്നും അല്ല ഈ ഇറാനിൽ ഇടപെടുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്. റഷ്യയെ പോലെ തന്നെ വളരെ ഉദാരമായിട്ടുള്ള വളരെ ചെറിയ നിരക്കിലാണ് ഇന്ത്യയും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത്. കാര്യം അവർക്ക് ഉപരോധം ഉള്ളതുകൊണ്ട് അവർ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യ അതിൻ്റെ ഒരു ഉപഭോക്താവാണ് ഇറാനിൻ്റെ. അപ്പോൾ അവർക്ക് ഇറാനിൽ ഇടപെടുമ്പോഴത്തേക്ക് എതിരേണ്ടി വന്നത് ഒരു രാജ്യത്തോടെയോ 2-3 രാജ്യങ്ങളോടോ അല്ല, ലോകയുദ്ധത്തിന് പോലുമുള്ള ഒരു വഴിയിലേക്ക് ചിലപ്പോൾ ഇറാനിലുള്ള ഒരു ആക്രമണം തിരിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.